നമസ്കാരം. ബാലതാരമായി സിനിമയിൽ എത്തിയതു മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ മാധവൻ. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത്. പിന്നീട് മലയാള സിനിമയുടെ നായികാ സങ്കല്പമായി മാറുകയായിരുന്നു. 2 പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു. പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചതെങ്കിലും അഴകിയ രാവണനിലൂടെയാണ് കാവ്യയെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. തുടർന്ന് ലാൽ ജോസ് സംവിധാനം ചെയ്ത ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെ കാവ്യ നായികയായി അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിലെ മുഖശ്രീയായാണ് ഇന്നും കാവ്യ മാധവൻ അറിയപ്പെടുന്നത്. മുൻനിര നായികമാർക്കൊപ്പമെല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളുമെല്ലാം നോക്കി അതിന്റെ തിരക്കുകളുമായി മുന്നോട്ടു പോവുകയാണ് നടി. ഇപ്പോഴിതാ കാവ്യയെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ്. എവിടെയെങ്കിലും കല്യാണമൊക്കെ കഴിച്ചുപോയി കുഞ്ഞുങ്ങളും ഭർത്താവിനുമൊപ്പം സുഖമായി ജീവിക്കുക എന്നായിരുന്നു കാവ്യയുടെ ആഗ്രഹമെന്നും അതുപോലെ തന്നെയായിരുന്നു തന്റെ മനസ്സിലുമെന്നാണ് സാന്ദ്ര പറയുന്നത്. സിനിമയിൽ അങ്ങനെ സ്വപ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാണ് താനെന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത്. എനിക്ക് ഇത്രയും സിനിമകൾ ചെയ്യണം, ഇങ്ങനത്തെ സിനിമകൾ ചെയ്യണം, അങ്ങനത്തെ സിനിമകൾ ചെയ്യണം എന്നൊന്നുമില്ല. എനിക്ക് എക്സൈറ്റിംഗ് ആയ സിനിമകൾ ചെയ്യുക, എന്റെ ഫാമിലി ലൈഫിനെയും എന്റെ പേഴ്സണൽ ലൈഫിനെയും ബാധിക്കാത്ത സിനിമകൾ ചെയ്യുക എന്നതാണ് എന്റെ മനസ്സിൽ എന്നും സാന്ദ്ര പറയുന്നു. ഇതെന്റെ വരുമാന മാർഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം സിനിമകൾ ചെയ്യുക എന്നതാണ് എന്റെ പോളിസി. ഫ്രൈഡേ ഫിലിംസ് തുടങ്ങുന്ന സമയത്ത് ഇത് കേരളത്തിലെ 1-ാം നമ്പർ സാധനമായി മാറണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. സിനിമ ചെയ്യണം എന്നത് മാത്രമായി മാറി. സിനിമയിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു വീട്ടമ്മ മാത്രമായി മാറുമായിരുന്നു ഞാൻ. പലപ്പോഴും ഞാൻ ആലോചിച്ച ഒരു കാര്യമുണ്ട്, കാവ്യയുടെ പല കാര്യങ്ങളും എന്നിലുണ്ട് എന്ന്. കുഞ്ഞുങ്ങളെയും കുടുംബവും നോക്കി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു കാവ്യ മാധവൻ. എന്ത് ആവണം എന്ന് ചോദിക്കുന്ന സമയത്ത് കുട്ടികൾ പല ആഗ്രഹങ്ങളാകും പറയുക. ചിലർ എഞ്ചിനീയർ ആകണം, മറ്റു ചിലർ ഡോക്ടർ ആകണം എന്നാകും പറയുക. എനിക്ക് അങ്ങനെ ആയിരുന്നില്ല. കാവ്യ പറയുന്ന പോലെ ഒരു മറുപടിയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. എവിടെയെങ്കിലും കല്യാണമൊക്കെ കഴിച്ചുപോയി കുഞ്ഞുങ്ങളും ഭർത്താവിനുമൊപ്പം സുഖമായി ജീവിക്കുക എന്നായിരുന്നു കാവ്യയുടെ ആഗ്രഹം. അതുപോലെ തന്നെയായിരുന്നു എന്റെ മനസ്സിലും. അതാകും ഞാൻ ഫാമിലി ലൈഫ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിന്റെ പ്രധാന കാരണവും. എന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്റെ കുടുംബമാണ്, ബാക്കിയൊക്കെയും എനിക്ക് സെക്കൻഡറിയാണ്. സാന്ദ്ര തോമസ് സിനിമാ പ്രൊമോഷൻ എത്തിയപ്പോൾ പറയുകയായിരുന്നു ഇതെല്ലാം. ഞാൻ നല്ലൊരു നടി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബാലതാരമായി വന്നതാണ്. തടിച്ച ഒരു പ്രകൃതമായതുകൊണ്ട് നായികയായൊന്നും ഞാൻ എന്നെ കണ്ടിരുന്നില്ല. പക്ഷേ സൂത്രധാരനിൽ നായികയായി എന്നെ വിളിച്ചിരുന്നു. ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണത്. എന്റെ ഒരു സബ്ജക്ട് കഥയാക്കാൻ ലോഹിത് സാർ ആലോചിച്ചിരുന്നതാണ്. ഈ പുനർജന്മത്തെക്കുറിച്ചുള്ള ഒരു സിനിമ ചെയ്യണമെന്നത് എനിക്കുമുണ്ടായിരുന്നു. അത് ലോഹിത് സാർ ആലോചിച്ചതുമാണ്. എന്നാൽ അപ്പോഴേക്ക് അദ്ദേഹം മരിച്ചു, സാന്ദ്ര പറയുന്നു. അതേസമയം കാവ്യയെക്കുറിച്ചുള്ള നടിയുടെ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. കാവ്യ ഇങ്ങനെ ഒരാളായിരുന്നോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇവരുടെ വിശേഷങ്ങളൊക്കെയും വളരെ പെട്ടെന്നാണല്ലോ വൈറലാകുന്നത്. മലയാള സിനിമയിലെ മികച്ച താരജോഡികളാണ് ദിലീപും കാവ്യ മാധവനും. കാവ്യയെയും ദിലീപിനെയും സംബന്ധിച്ച് എന്ത് വാർത്തകളും ആരാധകർക്ക് ആഘോഷമാണ്. ഇരുവരും ഒന്നിച്ചെത്തിയ ഒട്ടുമിക്ക എല്ലാ സിനിമകളും വിജയമായിരുന്നു. ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും പൊതുപരിപാടികളിലും മറ്റും ഇരുവരും ഒരുമിച്ച് എത്താറുണ്ട്. കൂടാതെ സോഷ്യൽ മീഡിയയിലൂടെ വിവരങ്ങൾ അറിയിക്കാറുണ്ട്. ദിലീപിന്റെയും കാവ്യയുടെയും മക്കളായ മീനാക്ഷിയുടെയും മഹാലക്ഷ്മിയുടെയും വിവരങ്ങൾ അറിയാനും ആരാധകർക്ക് താല്പര്യമേറെയാണ്. അതേസമയം ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹ റിസപ്ഷനായിരുന്നു ദിലീപും കുടുംബവും ഒടുവിൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ഒരു വിവാഹത്തിലും ഇത്രയും ഭംഗിയായി ദിലീപിനെയും കുടുംബത്തെയും കണ്ടിട്ടില്ലെന്നാണ് പലരും വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇട്ടിരിക്കുന്നത്. ട്രഡീഷണൽ ലുക്കിൽ അതിമനോഹരിയായാണ് അന്നും കാവ്യ എത്തിയത്. കാവ്യ ധരിച്ചെത്തിയ സാരിയും ആഭരണങ്ങളുമെല്ലാം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സ്വന്തം വിവാഹത്തിന് പോലും കാവ്യ ഇത്രയും ഒരുങ്ങിയിട്ടില്ലെന്നാണ് പലരും കമന്റ് ചെയ്തത്. മഞ്ഞ സ്ലീവ്ലെസ് സാരിയായിരുന്നു താരപുത്രി മീനാക്ഷി എത്തിയത്. പാവാടയും ടോപ്പുമായിരുന്നു മഹാലക്ഷ്മിയുടെ വേഷം. ഏത് പാർട്ടിയിലെയും മുഖ്യ ആകർഷണം ദിലീപും കുടുംബവുമായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയായിരുന്നു ഈ സംഭവത്തിലൂടെ.